ഹായ് നമസ്കാരം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ പച്ചക്കറി മേടിക്കാൻ പോയപ്പോഴാണെങ്കിൽ ഇന്നലെ വൈകിട്ട് പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ അവിടെ പച്ചക്കറി ഷോപ്പിൽ ഒരു ചക്ക ഇരിക്കുന്നത്, ചെറിയ ഇടിച്ചക്ക ഇരിക്കുന്നത്. അപ്പം വില ചോദിച്ചപ്പം എത്ര 60 80 എന്തോ പറഞ്ഞു. അപ്പോൾ കിലോ തൂക്കി നോക്കി 3.5 കിലോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ മൊത്തം കൂടെ തരാൻ. മൊത്തം എന്തിനാണെന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ചാറിട്ട് വെക്കാനാന്ന് പറഞ്ഞു. ഇവിടെ മിക്കവാറുള്ളവർക്കൊക്കെ അറിയാം, നമ്മൾ നാട്ടിലാണെന്നുള്ളതൊന്നും ആരും അച്ചാറിട്ട് വെക്കത്ത്. ഞാനാണെങ്കിൽ രാജസ്ഥാനിൽ നിന്ന സമയത്ത് ഇങ്ങനെ യു പിക്കാർ ദീദി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പടോസിയായിരുന്നു. അപ്പോൾ ആ ദീദി അച്ചാറിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വേറെ രീതിയിലാണ് ഇടുന്നത്. എനിക്ക് അവരുടെ മസാല നമ്മുടെ ഇവിടുത്തെ മസാലയൊക്കെ വേറെ ടേസ്റ്റാണ്, എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ഇടുന്നത് ഇവിടുത്തെ കടുകെണ്ണയിലാണ് ഇടുന്നത്, നല്ല ടേസ്റ്റാണ്. ചക്കയാണെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക, അങ്ങനെ ചെയ്യണ്ട. ഒരു മീഡിയം പരുവത്തിൽ വെച്ച് ഒരുപാട് നാളൊന്നും വെച്ചിരുന്ന് അങ്ങനെ 2 മാസം 3 മാസം ഒന്നും വെച്ചൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് കുറച്ച് നാൾ അത്യാവശ്യം ചോറൊക്കെ കഴിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അറിയാവുന്നൊരു ഒക്കെ അറിയാമായിരിക്കുമല്ലോ, കൊത്തൻ ചക്ക അച്ചാറിട്ട നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇവിടുത്തെ ഒരു മസാല കരിഞ്ജീരകം അങ്ങനെയെല്ലാം വരുന്നൊരു ഇതുണ്ട്, അതുകൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേടാവാണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ നല്ല ചക്ക കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ സീസൺ വന്നപ്പോൾ ഇപ്പോൾ ചക്കയും മാങ്ങയുടെയൊക്കെ സീസൺ വരുന്നത്. അപ്പോൾ അതുപോലെ മാങ്ങയുടെയൊക്കെ സീസൺ വരുമ്പോൾ നമ്മൾ ഇതുപോലെ 3-4 കിലോയൊക്കെ മാങ്ങയൊക്കെ മേടിച്ച് അച്ചാറിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. അതുപോലെ ഞാനാണെങ്കിൽ എനിക്കത് പൊതുവേ കപ്പയും ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഇവിടെ പഞ്ചാബിൽ എനിക്ക് ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടുന്നുണ്ട്. തേങ്ങയുള്ള അത്ര നല്ല ഫ്രഷായിട്ട് സാധനങ്ങൾ കിട്ടാത്ത ഇവിടെ ഒരു സബ്ജി മാർക്കറ്റുണ്ട്. സബ്ജി വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നല്ല വലിയ ചക്ക കിട്ടും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് വരിക്കച്ചക്ക അങ്ങനെയൊന്നും അറിയത്തില്ല. വെട്ടിയപ്പോൾ നല്ലൊരു ചക്ക, പക്ഷേ വരിക്കച്ചക്കയായിരുന്നു കേട്ടോ. അതെനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ചാൻസ് കിട്ടി. ഇപ്രാവശ്യം ഇനി പോയിട്ടില്ല ഇതുവരെ, തനിച്ചായതുകൊണ്ട് നല്ല ദൂരം ഉണ്ടായിട്ട് പോകാനൊരു മടി. എന്നാലും ഒരു ദിവസം ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഇവിടെ തൊട്ടടുത്ത ഷോപ്പിൽ പോയപ്പോൾ ഈ ഒരു സാധനം കിട്ടി കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ അപ്പോഴേ ഒന്നും നോക്കിയില്ല, എൻ്റെ മടൽ മാത്രം വെട്ടിക്കളഞ്ഞാൽ മതി, ബാക്കി എല്ലാവരും വെട്ടി അരിഞ്ഞ് അപ്പോഴേ കൊണ്ടുവന്ന് ഞാൻ അച്ചാറിനൊരുങ്ങി. അപ്പം ഇവിടെ വന്നതിന് ശേഷം വലിയ കുഴപ്പമില്ല. രാജസ്ഥാനിൽ നിന്നും കണക്കല്ല, ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. രാജസ്ഥാനിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ ചക്കയായാലും കപ്പയായാലും നമ്മുടെ നാട്ടിലെ മീൻ എല്ലാം ഒരുവിധം സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും അത്യാവശ്യം എപ്പോഴും കണ്ടിന്യൂ കിട്ടത്തില്ലെന്നേ ഉള്ളൂ, വല്ലപ്പോഴൊക്കെ കിട്ടും. ഇതുപോലെ മീനായാലും ചൂരയൊക്കെ വരുന്ന സമയത്ത് ഞാൻ മേടിച്ചുകൊണ്ട് ഇതുപോലെ അച്ചാറിട്ട് വയ്ക്കുക. എന്ന് വെച്ചാൽ മോന് ഭയങ്കര ഇഷ്ടമാണ് ചൂര അച്ചാർ. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ നമ്മൾ ഒരു ദിവസം അന്നന്ന് പോയി വാങ്ങാമെന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല, ദൂരമായതുകൊണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിലൊരിക്കൽ മാത്രമാണെന്ന് കിട്ടുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു കെയർ ഗുപ്ത സ്റ്റോറുണ്ട്, അവിടെ നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഐറ്റംസും കിട്ടും. അതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടും. എനിക്ക് തേങ്ങയോടുള്ള ഇച്ചിരി ഒരു പ്രശ്നം വന്നു ഇവിടെ വന്നതിന് ശേഷം. എന്തായാലും ഞാൻ ഈ ഇപ്പോൾ ഈ ക്വാർട്ടേഴ്സ് മാറിയപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്നത് അടുത്ത് തന്നെ വാഴയുണ്ട്, മുരിങ്ങയുണ്ട്, കറിവേപ്പിലയുണ്ട്, എല്ലാം അടുത്തടുത്ത് ഉണ്ട്. എന്തായാലും വലിയ ബുദ്ധിമുട്ടില്ല ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. അപ്പം ഇവിടെ എന്താ പ്രത്യേകിച്ച് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചൂട് നമുക്ക് ഒരു രക്ഷയില്ല, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി ചൂടാണ്. ചൂടിനൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ, ചൂട് സഹിക്കാൻ പറ്റില്ല. പുറത്തിറങ്ങാമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇടയ്ക്ക് വെച്ചുണ്ടായ, അതായത് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ ഇത്രയും ചൂട്. അപ്പം ഒരു ജൂൺ ജൂലൈ ആയിരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പം നാട്ടിൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഫോർ വാച്ചിങ്.